മുടിഞ്ഞ ചീത്ത വാക്കുകൾ പറയും. അതൊരു ഒഫൻസല്ല. അത് തമ്മിൽ അവർ രണ്ടുപേരുടെയും ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ പുറത്തേക്ക് പോകും. അതിലൊരു രസം അവർ കാണുന്നു. രണ്ടുപേരുടെ സംസാര രീതിയാണ്. അത് പബ്ലിക്കായിട്ട് റോഡിൽ നിന്ന് പറയുന്നതല്ല. അങ്ങനെയാണെങ്കിൽ പബ്ലിക് നോയ്സൻസ് ആവുകയുള്ളൂ. അവർ രണ്ടുപേരും സ്വകാര്യമായിട്ട് സംസാരിക്കുന്നത് വൃത്തികെട്ട സംസാരങ്ങളും മ്ലേച്ഛമായ സംസാരങ്ങളും സെക്ഷുവലായിട്ടുള്ള സംസാരങ്ങളും അങ്ങനെയൊക്കെ ചീത്ത വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്നത് അവർ തമ്മിലുള്ള സംസാര രീതികളാണ്. അല്ലാതെ അതിനൊരു നടപടി എടുക്കാൻ പോലീസിന് അധികാരമില്ല. രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങളാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംസാരിക്കുന്നത് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ കഴിയില്ല. അതിലൊരു ഭർത്താവ് പറയണം ഞാൻ 10 പേരെ കൊന്നിട്ടുണ്ടടി എന്ന് ഭാര്യയോട് പറഞ്ഞാൽ അത് തെളിവായിട്ട് എടുക്കാൻ കഴിയില്ല. ഭാര്യ പറയണം. അവർ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന പല കാര്യങ്ങളും ഇന്ത്യൻ തെളിവ് നിയമം അനുസരിച്ച് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ചില കാര്യങ്ങൾ. അതുപോലെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത കാര്യങ്ങളാണ് ഇൻകം ടാക്സിൻ്റെ സെയിൽ ടാക്സ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് പ്രാക്ടീഷണറുടെ അടുത്ത് നിങ്ങൾ പറയുന്ന സോഴ്സ് ഓഫ് മണികളും മറ്റു കാര്യങ്ങളൊന്നും അയാളുടെ അടുത്ത് ചോദിച്ച് എവിഡൻസിൽ കൊണ്ടുവരാൻ കഴിയില്ല. അത് ആ ഒരു സോഴ്സും പക്ഷേ അയാൾ അതേ സമയത്ത് അത് സപ്രസ് ചെയ്യാതെ മുന്നോട്ട് മുഴുവൻ ഡീറ്റെയിൽസും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ ചോദ്യമില്ല. സോഴ്സ് എല്ലാം കറക്റ്റായാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രൊട്ടക്ഷൻ ഇന്ത്യൻ തെളിവ് നിയമത്തിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ സംസാരിക്കുന്ന വിവരങ്ങൾ അവർക്കാർക്കും പരാതി ഇല്ലാത്തോളം കാലം ക്രൈം ബ്രാഞ്ചിന് ഒരു കേസെടുക്കാൻ ഒക്കില്ല.